നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത്. നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. എന്താണ് പറ്റിച്ചത്? എന്റെ പൈസ 2.5 കോടി രൂപ നീ എന്തിനാണ് ചീത്ത വിളിച്ചത്? ചെലവാക്കിയത് നേരിട്ട് കാണാലോ. നീ എന്തിനാ ചീത്ത വിളിച്ചേ? ഇപ്പൊ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. മൂക്കിൽ വെച്ച്? അയ്യോ, നിങ്ങൾ വലിയ ആളല്ലേ. അല്ല, നീ കുറച്ചു മുമ്പേ നീ എന്നെ എന്തോ ചെയ്യുന്ന പറഞ്ഞിട്ട് ചീത്ത വിളിച്ചല്ലേ? ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല, സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും. മാധ്യമത്തിലിടണം. എന്നാൽ ഞാൻ പറയുന്നത് മൊത്തം കേട്ടിട്ട് നീ എന്താ പറഞ്ഞത്? നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് എന്തിനാ? അല്ല, ഒറ്റ മിനിറ്റ്. നീ ആദ്യം ചോദിച്ചിട്ട് ഉത്തരം പറ. നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്ത് എന്തിനാ? ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗ്, ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ. പറഞ്ഞു കേട്ടോ. അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി 1.5 കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി. നിങ്ങൾക്ക് ലാഭം തന്ന് ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് ലാഭം തന്നോ? നിങ്ങൾക്ക് ശമ്പളം തന്നത് എന്റെ റെക്കോർഡ് ഉണ്ടല്ലോ. എന്ത് ശമ്പളം തന്നത്? എന്ത് ശമ്പളം? ഞാൻ ശമ്പളം തന്നിട്ടില്ലേ? 1 രൂപ തന്നിട്ടില്ലേ? നിങ്ങൾ എന്റെ അടുത്ത് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ തരാനാണ് പറഞ്ഞത്. എനിക്ക് ആ പറഞ്ഞത് 2.5 കോടി അല്ലടേ. നീ കാനഡയിൽ പോയത്, നിങ്ങൾ അമേരിക്കയിൽ പോയത്, നീ പറയുന്നത് എന്താണ്? 35 ലക്ഷം രൂപ ഞാൻ ചെലവാക്കി. 35 ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത്, അമേരിക്കയിൽ പോയത്, വെന്നീസിൽ പോയത്. ഓക്കെ, പടത്തിന് മാത്രം ഞാൻ ചെലവാക്കിയത് 95 ലക്ഷം രൂപ. പരസ്യത്തിന് 1.10 കോടി രൂപ. ഇതിനൊക്കെ കണക്ക് നീ എന്നോട് കാണിച്ചോ? ഞാനിത് ചോദിക്കാനല്ലേ നിന്നെ വിളിച്ചത്. നീ ഫോൺ എടുത്തോ? ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴല്ലടാ നീ എന്നെ വിളിക്കുന്നേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിയമപരമായിട്ട് നേരിടാം. നിയമപരമായിട്ട് നേരിടാം, അതല്ലേ പറഞ്ഞത് നിന്നോട് ഞാൻ ഈ കാര്യം. ചതിച്ചിട്ട് എന്നെ കുറിച്ചിട്ട് മോശമായിട്ട് നിന്നെ കുറിച്ചിട്ട് മോശമായിട്ട് പറയേണ്ട അവസരം വന്നത് എന്താണ്? ഞാൻ ആരെയാ വിളിച്ചത്? എന്തൊക്കെയാണോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത്? താൻ ആ മഞ്ജുവാരുടെ പിന്നാലെ നടന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ആരുടെ പിന്നാലെ നടന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്? അവരല്ലേ പറയേണ്ടത്, നീ അല്ലല്ലോ പറയേണ്ടത്. നീ നിന്റെ കാര്യം പറയേ ജോജു. നീ നിന്റെ കാര്യം പറ. താനോ അസാധ്യ ഡയറക്ടറാ, ഞാൻ അഡ്മയർ ചെയ്യുന്ന ഡയറക്ടറാ. അതുകൊണ്ട് കാര്യങ്ങൾ ചോരന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ സുഹൃത്ത്, നീ ആദ്യം തറയിൽ നിന്ന് സംസാരിക്കുക. നീ ആദ്യം ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയും. മനുഷ്യൻ നിലയിൽ ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയും. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു. തനിക്ക് പണിയില്ലായിരുന്ന സമയത്ത് 25,000-30,000 വെച്ച് അടിച്ചു. ആ മനുഷ്യനെ താൻ ദ്രോഹിച്ചില്ലേ? അയാൾക്കെതിരെ കേസ് കൊടുത്തില്ലേ? അയാൾക്കെതിരെ എന്ത് കേസ് കൊടുത്തടോ? അയാളെ ഞാൻ വിളിച്ചു. അയാൾ കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയേ. നീ എത്ര രൂപ എനിക്ക് തന്നത്? നീ എത്ര രൂപ തന്നു? താൻ എന്നോട് പറഞ്ഞോ തന്റെ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്തപ്പോ ഒരാള് പോലും സപ്പോർട്ട് ചെയ്യാതെ ഞാൻ 1 കോടി രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് എന്നോട് നീ ആരോട് ചോദിച്ചിട്ടാ? 1 രൂപ വന്നു. അതിന്റെ നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നീ ചോദിക്കുന്ന ഉത്തരം പറയേ. നീ ആരോട് ചോദിച്ചിട്ടാ പടം പിൻവലിച്ചത്? ഏത് പിൻവലിച്ചു? എവിടെ പിൻവലിച്ചു? തിയേറ്ററിൽ നിന്നാ പടം പിൻവലിച്ചത്? എവിടുന്ന്? ആരോട് ചോദിച്ചിട്ടാ? ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററിലിട്ട പടം ഞാൻ പിൻവലിച്ചു. താൻ ഉണ്ടാക്കി പറഞ്ഞാൽ സത്യാവൂ? ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണോ? നീ എന്നോട് ചോദിച്ചോ? ആരോട് ചോദിക്കണം? ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 1 കോടി ചില്ലാൻ രൂപ പരസ്യം ചെയ്ത ഒരു സിനിമ ഞാൻ എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക? ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ആ പടം നിന്നില്ല. പടം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ല. പടം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആ പടം ഓടൂന്ന് വെച്ചിരുന്നല്ല. 24 വർഷത്തിന് ശേഷം വെനീസ് ഫെസ്റ്റിവലിൽ ഇപ്പൊ ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു ആദരവാണ് ഞാൻ നല്ലോണം പബ്ലിസിറ്റി ചെയ്തു. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്കറിയില്ല. നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു. എന്തൊരു നുണയാണ്. നുണയൊന്നും അല്ലാതെ റെക്കോർഡല്ലേ? കൃത്യം നുണ റെക്കോർഡല്ലേ ചോദിച്ചു? ഇത് എന്ത് റെക്കോർഡ്? തിയേറ്റർ അസോസിയേഷൻ എടുത്ത് ചോദിക്കും. ഞാൻ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി. തിയേറ്റർ അസോസിയേഷന്റെ അടുത്ത് ചോദിക്കും ഞാൻ പിൻവലിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ 1 കോടി ചില്ലാൻ രൂപ പരസ്യം ചെയ്തിട്ട് അതും ഞാൻ കടം പലിശക്കെടുത്ത പൈസ എടുത്തിട്ടാണ് ഞാൻ ആ പടം പരസ്യം ചെയ്തത്. ഒരു തിയേറ്ററിൽ പടം നിർത്തിയോ? ഒരു തിയേറ്ററിലോ? ഞാൻ ഇത്രയും ആ പടത്തിന് വേണ്ടി ഞാൻ ഓടി നടന്നത് എന്താണെന്ന് കണ്ടിട്ട് താങ്കൾ പറയുന്നുണ്ടല്ലോ. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിക്കണം. മനസ്സിലായോ? അതാണ് എനിക്ക് പറയാനുള്ളത്. അതവിടെ നിന്നോട്ടെ. അതൊക്കെ നിന്നോട്ടെ. അതെല്ലാം നിന്നോട്ടെ. ദൈവം എന്നുള്ള സാധനം അവിടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
അത് നിനക്ക് വന്നോളും. അതെനിക്ക് പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തിയതിനുണ്ടല്ലോ നിങ്ങൾ ജോജു, അതൊക്കെ അതവിടെ നിന്നോട്ടെ. ദൈവം എന്ന് പറയുന്ന സാധനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും. അതിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. കാലം തെളിയിക്കട്ടെ. അതെ അത് കാലം തെളിയിച്ചോട്ടെ. ഉറപ്പായിട്ടും ഒരു സംശയമില്ല. അത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഷാജി മാത്തുവോ ഞാനോ എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്തു? ഷാജി മാത്യുവിന്റെ കാര്യമൊന്നും പറയണ്ട. ഷാജി മാത്യു ചെയ്ത് ഞാൻ ഷാജി മാത്യുവിനെതിരെ പരാതി കൊടുത്തിട്ടില്ല കേട്ടോ. പറയണം, താൻ എത്ര വലിയ ആളായാലും തനിക്ക് മാസാമാസം ശമ്പളം കിട്ടുന്ന ഒരു പാവം മനുഷ്യനാണ്. എടാ, എനിക്ക് മാസാമാസം ശമ്പളം തന്നു വെച്ചാലേ അയാൾക്ക് വേണ്ടി 6 സിനിമ ഞാൻ ചെയ്തതാണ്, അറിയാമോ നിനക്ക്? 6 സിനിമ ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് പൈസ കൊടുക്കും. ഞാൻ 2.5 കോടി കടക്കാരനാ. എന്താണ് വേണ്ടി സിനിമ ചെയ്തിട്ട് ഞാൻ 2.5 കോടി കടക്കാരനാ. ഞാനിവിടെ 2.5 കോടി കടക്കാരനാ ഞാൻ. കണക്ക് കാണണോ? താൻ വന്ന് കണക്ക് നോക്കണോ? താൻ വന്ന് എന്റെ സിഎക്കാരന്റെ അടുത്ത് ജോജുവേ, ആ പടം വാങ്ങുമ്പോ ഒരു 85 ലക്ഷം രൂപയ്ക്ക് നീ ആ പടം വാങ്ങുമ്പോ ഞാൻ പറഞ്ഞു താൻ ലാഭം എടുത്തിട്ടാ വാങ്ങിയത്. മനസ്സിലായോ? പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും 12 ലക്ഷം രൂപ താൻ കൂടുതൽ വാങ്ങിയിട്ടാണ്. ഞാൻ ലാഭം എടുത്തെന്ന് പറയുന്നത് നീ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തത് ഷാജിക്കാണ് അത് കൊടുത്തത്. അതിനുശേഷം 35 ലക്ഷം രൂപയോടത്തോളം ചെലവാക്കിയിട്ടാണ് പടം ഞാൻ തീർത്തത്. എന്ത് 35 ലക്ഷം രൂപ? അതിനുശേഷം നീ പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അല്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. ആ പൈസ എവിടെ? ആ പടം എവിടെ പോയി? ആ പടം എവിടെ പോയി താൻ അന്വേഷിച്ചോ? നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞിട്ട് എന്നോട് തമിഴിൽ പോയി ചെയ്യാൻ പറഞ്ഞിട്ട് നീ ആരോട് ചോദിച്ചിട്ട് ആ പടം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? അവരത് റിലീസ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റാതെ നീ ആ പടം വാങ്ങി എവിടെ കൊണ്ടുപോയി? എടോ, ആ പടത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ പറ എന്താ പടത്തിനെ പറ്റി. ഞാൻ അന്വേഷിച്ചു. നീ ആ പടത്തിന്റെ കംപ്ലീറ്റ് ഇത് വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ? ഞാൻ കൊണ്ടുപോയിട്ട് പുഴുകി തിന്നാ. അതെങ്ങനെ എനിക്കറിയാം? നീ എനിക്ക് അതിനകത്ത് 5 പൈസ തന്നോ? അതിനകത്ത് വർക്ക് ചെയ്ത ആളുകൾ ഒരുപാടില്ലേ? അവർക്ക് കാശ് കൊടുത്തോ നീ? ഞാൻ ആ പടത്തിന്റെ ബന്ധപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ള ഒരാളുടെ പേര് പറഞ്ഞു. എനിക്കുണ്ടല്ലോ. ആർക്ക്? ഞാൻ ഡയറക്ടറല്ലേ. തന്റെ അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസ എത്രയെന്നുള്ള നീ എന്തിനാണ് എനിക്ക് പൈസ അയച്ചത്? നീ എനിക്ക് പൈസ അയച്ചത് എന്തിനാണ് അയച്ചത്? നിന്റെ കണക്കെടുക്കുക അറിയാമല്ലോ. റെമ്യൂണറേഷൻ പ്രകാരം 1 ലക്ഷം രൂപ കൂടുതലാണ് നിങ്ങളുടെ കയ്യിൽ. എന്ത് റെമ്യൂണറേഷൻ? ഞാൻ പറഞ്ഞ നീയും ഷാജി മാത്യുവും തമ്മിലുള്ള കരാറില് ജോജു ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 33% മര്യാദയ്ക്ക് സംസാരിക്കുക. നിനക്ക് എന്ത് മര്യാദ? നിനക്ക് മര്യാദ? നീ ചീറ്റ് ചെയ്യാൻ നടക്കും. ലോകത്തുള്ള എല്ലാവരും ചീറ്റ് ചെയ്യുന്നത് നിന്നോട്. നിന്നെ നേരിട്ട് കണ്ട നിന്റെ ചകളെ അടിച്ചു പൊളിക്കണം. പിന്നെ നീ അങ്ങ് ഒലത്തും. നീ അത് കുറെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. നീ അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. ഒരു കയ്യിലും നിന്നെ ഞാൻ നേരിട്ട് കാണണമെന്ന് നീ ഒലത്തും പോടാ. നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. നീ അതല്ല, മര്യാദക്ക് പറയാനാണെങ്കിൽ സംസാരിക്കും. മര്യാദക്ക് പറയാനുണ്ടെങ്കിൽ സംസാരിക്കേ. നിന്നെ പോലെ കുറെ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി. എനിക്ക് അതിലൊന്നും പേടിയില്ല. നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് നിന്നെ പോലെ അതായത് ആൾക്കാർ സമയം വേസ്റ്റ് ചെയ്തിരിക്കുന്നതാ. പക്ഷേ എനിക്ക് താൻ ചെയ്ത് തന്റെ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് സങ്കടോട് വന്നത്. നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് ആ പടം പിൻവലിച്ചത്? എന്നോട് നീക്ക് എന്ത് നന്ദിയില്ലാത്തവരാണോ? നീ എന്ത് വർത്തമാനം ചോദിച്ചിട്ടാണോ ഇന്റർനാഷണൽ ഫിലിം സർക്യൂട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമാനമില്ലാതെ എത്ര ഡോളർ കൊടുത്തു? നീ എത്ര ഡോളർ കൊടുത്തു? എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന്? നീ ഒരു പൈസ കൊടുത്തില്ലല്ലോ. നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം. നീ ആകെ കൊടുത്ത ഡോളർ വെനീസില് പബ്ലിസിറ്റിക്ക് വേണ്ടി 4,000 യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു. നീ അത് സമ്മതിച്ചു. നീ അത് 4,000 യൂറോ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാ? 4,000 യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ വേറെ ആരും കൊടുക്കുവോ? അല്ല അതെത്ര രൂപ? എടാ നീ അത് എത്ര രൂപ ആയിക്കോട്ടെ, അത് ഇതുമായിട്ട് ബന്ധമില്ല. അത് വെനീസില് താൻ 4,000 യൂറോ എന്ന് പറഞ്ഞു. അത് ഏകദേശം 5 ലക്ഷം രൂപ കൊടുത്തോളം. 1 രൂപ വരുമാനം ഉണ്ടായോ? പിന്നെ ഞാൻ എന്തിനാണ് അവർക്ക് പൈസ? അങ്ങനെയല്ലല്ലോ. 1 രൂപ വരുമാനം നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. ആ പടം ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഓടുന്നുണ്ട്. അത് പോട്ടെ, ഈ പടം വേറെ ആർക്കാണ് നീ വിറ്റത്? ആദ്യം നീ എന്നെ ചീറ്റ് ചെയ്ത് പറയടാ. സൂരജ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ആ പടം ദിലീപ് വാങ്ങിയെന്നാണ്. ദിലീപ് വാങ്ങിയോ? എന്നോ നോണയാണോ നീ പറയുന്നത്? ഞാനാണോ പറയുന്നത്? സുരാജ് എന്നോട് പറയട്ടോ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. തന്റെ കിളി പോയിരിക്കുക.
താൻ ആൾക്കാരെ പറ്റിച്ച് എടാ, ദൈവം നല്ലൊരു കഴിവുണ്ട്. പക്ഷെ വെറും വൃത്തിയുടെ സുരാജ് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചതാ. എന്തൊക്കെയാണ് ആ പടത്തിന് എന്തൊക്കെ ചെയ്തു, എത്ര ചെലവായി, നീ എന്തുകൊണ്ടാണ് ഈ പടം ഇപ്പോ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത്? ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചില്ലല്ലോ. നീ ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം എനിക്ക് ആ പടത്തിന്റെ 33% റൈറ്റ്സ് ഉണ്ട്. നീ ഇതുവരെ താൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന നീ നുണക്കുണ്ടല്ലോ. കരാറില്ലേ നിന്റെ കരാറില്ലേ? നീ തമ്മിലുള്ള കരാറില്ലേ? അതെടുത്ത് വായിച്ചു നോക്ക്. ഞാനത് സുരാജിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എടോ താൻ എന്നോ ഫ്രോഡാടോ താൻ. ശരി, ആ കരാറ് ഞാൻ ഇനി പബ്ലിഷ് ചെയ്യണോടെ? ആ കരാറും പബ്ലിഷ് ചെയ്യണോ? ഞാൻ അതും ചെയ്യാം. അത് വേണോ? എനിക്ക് 33% റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കരാർ ഞാൻ പബ്ലിഷ് ചെയ്യണോ? അതും ചെയ്യാം. വേണോ? എന്നാ പരിപാടിയാണോ താൻ കാണിക്കുന്നത്? എന്നാ പരിപാടി? ആ കരാർ ഞാൻ പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് മാത്രം നീ പറഞ്ഞാൽ എന്നാ കരാറാണോ? 1 രൂപ ലാഭം കിട്ടിയോ? നീ 1 രൂപ ലാഭം ഉണ്ടോ നഷ്ടമൊന്നും ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ആ കരാർ അനുസരിച്ച് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ചകളക്കെ അടിച്ചു. പിന്നെ നീ പോടാ. നീ ആര്? നീ എന്റെ രോമത്തിൽ തൊടാൻ വന്നു കഴിഞ്ഞാൽ നീ ഭസ്മമായി പോകും. അറിയാമോ നിനക്ക്? നീ ഈ പറഞ്ഞ വാക്കില്ലേ, ഇന്ന് രാത്രി നീ നാളെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോ നീ അറിയൂടാ. ഒന്നുമില്ല. നീ അറിയൂടാ. ഞാനാണ് പറയുന്നത്. നീ നാളെ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് നീ അറിയും. നീ എന്റെ ചെകിളൊരു പ്രശ്നമില്ല. നീ എന്നെ ചീറ്റ് ചെയ്തതിന് എന്റെ ഒരു കണക്കുണ്ട്. നീ കണക്ക് ചെയ്തതൊന്നുമല്ല. ഞാൻ പ്യൂറായിട്ട് ചീറ്റ് ചെയ്തതിന് ഞാൻ ചോദിച്ചതിന് ഒറ്റ കാര്യം, നീ ആ കരാറിലുള്ള അതനുസരിച്ച് എനിക്ക് 33% 2.5 കോടി രൂപ പറയോ? എടാ, നീ എത്ര ഉത്തരവാദിത്തം പറയണമെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ജോജു, നീ ആദ്യം സംസാരിക്കേ. നിനക്ക് ആര് ലൈസൻസ് തന്നു? എന്ത് എന്നെ കുറിച്ച് മോശം എഴുതാൻ? എന്നെ കുറിച്ച് ഇനി സനൽകുമാർ ശശിധരൻ നീ മോശമായിട്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ, ഉള്ളത് പറഞ്ഞോ, ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നിന്നെ പറ്റി ഒരു കാര്യവും ഇല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ പറ്റി ഉള്ള കാര്യം മുഴുവൻ നീ പറഞ്ഞു. ഇല്ലാത്തത് പറഞ്ഞാൽ നിന്നെ പറ്റി ഇല്ലാത്തത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കും. എന്നെ കുറിച്ച് നീ എന്നെ ഉപദ്രവിക്കാൻ എടാ നീ ആദ്യം ഞാൻ പറഞ്ഞതിന് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്ക് എന്റെ സ്വഭാവം നീ എന്നെ നേരിട്ട് കാണും. നീ നേരിട്ട് കാണും. അതൊക്കെ നിനക്ക് തോന്നലാടാ. ഇന്ന് ഉറങ്ങിയിരിക്കുന്ന ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലാടാ. വെല്ലുവിളിക്കണടാ പരപ്പൂറി മോനെ നിന്നെ. കേട്ടോ, നീ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? റെക്കോർഡ് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഇതിനെ നേരിടാൻ തരാം. കാരണം ഞാൻ അഭിനയിക്കാൻ നടക്കുന്നവനാ. പക്ഷെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെലവാക്കിയിട്ട് ഇന്ന് ഞാൻ എന്റെ സുഹൃത്തിന് പലിശ കൊടുത്തോണ്ടിരിക്കുക ഈ 2.5 കോടി രൂപയ്ക്ക്. എന്നിട്ട് എന്നെ ദ്രോഹിക്കുന്ന നീ ഉണ്ടല്ലോ, നീ നിന്നെ നമുക്ക് കാണാം. ഞാൻ ധൈര്യത്തോട് തന്നെ പറയണേ. കാരണം ഇത്രയും പൈസ ഞാൻ ഒറ്റയ്ക്ക് 1 രൂപ ഞാൻ സഹിച്ചു. ഒരാളുടെ കൂടെ ഒരാൾക്ക് പലിശ കൊടുത്തോണ്ടിരിക്കുക ഞാൻ. മനസ്സിലായോ? എന്റെ അടുത്താണ് നീ ഇപ്പൊ എന്നെ വെല്ലുവിളിച്ച്. ഈ റെക്കോർഡ് ഞാൻ പബ്ലിഷ് ചെയ്യേ. ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും. ഞാൻ ഫ്രോഡാ എന്തോ ആയിക്കോട്ടെ. നീ